ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിന്നു ചന്ദ്രകാന്തത്തിലേക്ക് എത്തുകയാണ്. എല്ലാവരോടും അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചിന്നു അപ്പൊ ചോദിക്കുന്നുണ്ട്, കുഞ്ഞമ്മാവനും രുക്കാൻറ്റി എവിടെയെന്ന് ചോദിക്കുമ്പോ വിമല പറയുന്നുണ്ട് അവര് മോർണിംഗ് ഷോ സിനിമ കാണാൻ പോയിരിക്കുകയാണെന്ന്. വിജയശങ്കർ അപ്പൊ ചിന്നുവിനോട് പറയാണ്, മോള് അമ്പാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന സ്ഥിതിക്ക് ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു പോവണ്ടെന്നാണ് അച്ഛന്റെ അഭിപ്രായം എന്നങ്ങനെ വിജയശങ്കർ പറയുമ്പോ എല്ലാവരും തന്നെ ആകെ ഷോക്കാവുന്നുണ്ട്. ചന്ദ്ര അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇവളെ ഇപ്പോ ഇവിടെ എവിടെ താമസിപ്പിക്കുമെന്ന് ചോദിക്കുമ്പോ വിജയശങ്കർ പറയുന്നുണ്ട് ചിന്നു ആര്യയുടെ കൂടെ താമസിക്കട്ടെ എന്ന് പറയുമ്പോ ആര്യ പറയുന്നുണ്ട്, അത് പറ്റില്ല അച്ഛാ, എനിക്ക് കുറെ പഠിക്കാനുണ്ട്, എന്റെ പഠിത്തത്തെ അത് ബാധിക്കുമെന്ന് പറയുമ്പോ വിജയശങ്കർ പറയുന്നുണ്ട്, ചിന്നു പഠിക്കുകയല്ലേ, അപ്പൊ പിന്നെ രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാലോ. ആര്യ, നീ ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. ചിന്നുവിനെ നിന്റെ റൂമിൽ തന്നെ താമസിപ്പിക്കണം. അന്യ കുട്ടിയൊന്നല്ലല്ലോ ഇവള്, നിന്റെ സ്വന്തം ചേച്ചിയല്ലേ, ഇവളെ നീ റൂമിലേക്ക് കൊണ്ടുപോവെന്ന് പറഞ്ഞ് വിജയശങ്കർ ചിന്നുവിന്റെ ബാഗും എടുത്ത് ആര്യയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ആര്യ അപ്പൊ ദേഷ്യത്തോടെ ചിന്നുവിനോട് വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സത്യനപ്പ വിജയശങ്കറിനോട് പറയുന്നുണ്ട്, ഏട്ടെങ്ങനെയൊക്കെ ആര്യയോട് ചിന്നുവിനെ കുറിച്ച് പറയുന്നത് ആര്യക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കും, അവൾക്കത് നല്ല വിഷമാവും ഏട്ട എന്ന് പറയുമ്പോ ചന്ദ്രയും പറയുന്നുണ്ട്, ചിന്നുവിന് വേണ്ടി ആര്യയെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല വിജയേട്ട എന്നങ്ങനെ എല്ലാവരും പറയുമ്പോ വിജയശങ്കർ പറയുന്നുണ്ട്, അതിന് ഞാൻ ആര്യയെ കുറ്റപ്പെടുത്തിയില്ലല്ലോ, ആര്യയെ പോലെ തന്നെ നമ്മൾ ചിന്നുവിനെയും കാണേണ്ടി വരും, രണ്ടുപേരും ഒരു റൂമിൽ താമസിച്ചെന്ന് കരുതി എന്ത് വരാനായെന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, അവര് തമ്മിൽ വഴക്കായാലോ എന്നങ്ങനെ പറയുമ്പോ വിമല പറയുന്നുണ്ട്, വഴക്കുണ്ടാക്കാനല്ലല്ലോ അവര് രണ്ടുപേരെയും ഏട്ടൻ ഒരു മുറിയിൽ താമസിപ്പിച്ചത്, അവര് തമ്മിൽ മാനസികമായി ഒരു ഐക്യമുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, അത് നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ്. വിജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, ചിന്നുവിന് ഇവിടുന്ന് ആരിൽ നിന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, ഞാൻ എന്തായാലും ഇറങ്ങാണെന്ന് പറഞ്ഞ് വിജയശങ്കർ ഓഫീസിലേക്ക് പോവുകയാണ്. വിമലയും അപ്പൊ തന്നെ അകത്തേക്ക് പോവുകയാണ്. പിന്നീട് സത്യനും ചന്ദ്രയും തമ്മിൽ ചിന്നുവിനെ പറ്റി സംസാരിക്കുകയാണ്. സത്യൻ ചോദിക്കുന്നുണ്ട്, അച്ചുവിന് പിന്നാലെ ഈ ചിന്നുവിനെയും നമുക്ക് സഹിക്കേണ്ടി വരുമോ ഏട്ടത്തി എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ഈ വീട്ടിൽ അവൾക്ക് സുഖമായി കഴിയാമെന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്, അവളുടെ കഷ്ടകാലത്തിനാണ് അവളിപ്പോൾ ഈ വീട്ടിൽ വന്ന് കയറിയിരിക്കുന്നത് എന്നങ്ങനെ ദേഷ്യത്തോടെ ചന്ദ്ര പറയുന്നുണ്ട്. പിന്നീട് ആര്യാണെങ്കിൽ ചിന്നുവിന്റെ ബാഗ് എടുത്ത് ബെഡിലേക്ക് എറിയാണ്. ചിന്നു ആണെങ്കിൽ റൂമിലേക്ക് എത്തിയതും റൂം എല്ലാം നോക്കുകയാണ്. ആര്യപ്പം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൾക്കൊപ്പം ഞാൻ എങ്ങനെ ഈ റൂമിൽ താമസിക്കും, ഇതിലും ഭേദം ഞാൻ പുറത്തെവിടെയെങ്കിലും പോയി താമസിക്കുന്നതാണെന്ന് പറയുമ്പോ ചിന്നു ആര്യയോട് ചോദിക്കുകയാണ്, ആര്യ നീ എന്താണ് ആലോചിക്കുന്നതെന്ന്. ആര്യപ്പ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കുറിച്ച് തന്നെയാണ് ആലോചിച്ചത്, നീ ഇവിടെ താമസിക്കാൻ വന്നത് എന്തിനാണ്, വെറുതെ അല്ല എന്ന് എനിക്കറിയാം, നിനക്ക് ഈ വന്നതിന്റെ പിന്നാലെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നൊക്കെ ആര്യ ഇങ്ങനെ ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വന്ന് കുറച്ചു ദിവസം താമസിക്കണമെന്ന് അച്ഛന്റെ ആഗ്രഹമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്നത് ആര്യക്ക് ഇഷ്ടമാണോ എന്ന് ചിന്നു ചോദിക്കുമ്പോ ആര്യ പറയുന്നുണ്ട്, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടവുമില്ല, പിന്നെ ഈ റൂമിൽ നീ താമസിക്കുമ്പോ ഞാൻ പറയുന്നതെല്ലാം കേൾക്കേണ്ടി വരും എന്നങ്ങനെ ആര്യ പറയുമ്പോ ചിന്നു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതിനെന്താ, നീ എന്റെ അനിയത്തിയല്ലേ, നീ പറഞ്ഞത് എന്തും ഞാൻ കേൾക്കുമെന്ന് പറയാണ്. പിന്നീട് ചിന്നു ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞ് ബാഗിൽ നിന്നും ഡ്രസ്സ് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് പോവുകയാണ്. ആര്യയാണെങ്കിൽ ചിന്നുവിനോടുള്ള ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്റെ മോളുടെ കൂടെ ഇവിടെ സുഖിച്ച് ജീവിക്കാമെന്നാണോ ഇവള് കരുതിയിരിക്കുന്നത്, എന്തായാലും ഇവളെ സൂത്രത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആര്യയോട് പോയി ചിന്നു എവിടെയെന്ന് ചോദിക്കുകയാണ്. ആര്യപ്പ പറയുന്നുണ്ട്, അവള് ബാത്റൂമിലേക്ക് വേഷം മാറാനായി പോയിരിക്കാന്ന് പറയാണ്. ചന്ദ്രൻ എന്നിട്ട് പറയുന്നുണ്ട്, നീ ട്യൂഷന് പോവാൻ ഇനിയും റെഡി ആയില്ലേ, സത്യൻ നിന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാന്ന് പറയുമ്പോ ആര്യ പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ പോവാമെന്ന്. അപ്പോഴേക്കും വേഷം മാറി ചിന്നു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചിന്നു എന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, ആന്റി എനിക്കും ഇന്ന് കോളേജിലേക്ക് പോവാനുള്ളതാണ്, ഫസ്റ്റ് അവർ ക്ലാസ് ഇല്ല, അത് കഴിഞ്ഞ് കയറിയാ മതി, ആര്യയുടെ കൂടെ ഞാനും പോവട്ടെ എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, മോളിപ്പോ വന്നതല്ലേ ഉള്ളൂ, ഇന്നിപ്പോ ക്ലാസ്സിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുമ്പോ ചിന്നു പറയുന്നുണ്ട്, ആന്റി അത് അറ്റൻഡൻസിന് പ്രോബ്ലം ആവും എന്ന് പറയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ഇനി ഇന്ന് പോവണ്ട എന്ന് പറയുമ്പോ ചിന്നുവിനാകെ സങ്കടാവുന്നുണ്ട്. ചന്ദ്രപ്പ പറയുന്നുണ്ട്, നിനക്ക് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കിയിട്ടുണ്ട് എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോ സന്തോഷത്തോടെ ചിന്നു ചോദിക്കുന്നുണ്ട്, എനിക്ക് ആന്റി സർപ്രൈസ് ഗിഫ്റ്റ് ഒരുക്കിയിട്ടുണ്ടെന്നോ, എന്താണ് അതെന്ന് ചോദിക്കുകയാണ്. ആര്യ അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താണ് അമ്മേ ആ സർപ്രൈസ് ഗിഫ്റ്റ്, എനിക്കില്ലാത്ത എന്ത് സർപ്രൈസ് ആണ് ഇവൾക്ക് അമ്മ കൊടുക്കാൻ പോകുന്നതെന്ന് എനിക്കറിയണം, എന്താണ് അതെന്ന് ആര്യ ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, നിന്നെ എപ്പോഴും ഈ വീട്ടിൽ കാണുന്നതല്ലേ, ചിന്നു ആണെങ്കിൽ ഇവിടെ വല്ലപ്പോഴുമാണ് വരുന്നത്, ഇങ്ങനെയൊക്കെയല്ലേ അവളെ കയ്യിൽ കിട്ടൂ എന്നും പറഞ്ഞുകൊണ്ട് ചിന്നുവിനെ വിളിച്ചുകൊണ്ട് ചന്ദ്ര അവിടെ നിന്നും പോവുകയാണ്. ആര്യാണെങ്കിൽ എന്താണ് ആ ഗിഫ്റ്റ് എന്നറിയാതെ ആകെ
ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. ചന്ദ്ര ഇപ്പോ പോകുമ്പോ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആര്യയോട് കണ്ണടച്ചിട്ട് പണി കൊടുക്കാനാണെന്ന സൂചന കൊടുത്തിട്ട് പോവുകയാണ്. ആര്യ ഇപ്പൊ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അവള് വന്നു കയറിയപ്പോ തന്നെ അമ്മ അവൾക്ക് പണി കൊടുക്കാൻ പോവുകയാണല്ലോ എന്നോർത്ത് ആകെ സന്തോഷാവുന്നുണ്ട്. പിന്നീട് ചന്ദ്ര മോള് വായു എന്ന് പറഞ്ഞ് ചിന്നുവിനെ നേരെ അടുക്കളയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ചിന്നു അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇവിടെയാണോ ആന്റി സർപ്രൈസ് എന്ന്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, അതെ, ഈ പാത്രങ്ങളെല്ലാം മോള് വളരെ നീറ്റായി കഴുകി വെക്കണം. പാത്രങ്ങൾ കഴുകുന്നതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള പണിയല്ലല്ലോ. ആന്റിയുടെ കയ്യിൽ നിന്ന് മോളിത് ഒട്ടും പ്രതീക്ഷിച്ചില്ലാലേ. ഇപ്പൊ എന്താണ് സർപ്രൈസ് എന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു സർപ്രൈസ് ആണ് ഞാൻ നിനക്ക് തരുന്നതെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇതെല്ലാം കഴുകി കഴിയുമ്പോഴേക്കും ഞാൻ വരാം. അത് കഴിഞ്ഞ് നിനക്ക് അടുത്ത സർപ്രൈസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോ ചിന്നു ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇത് കേട്ടുകൊണ്ട് വിമലയും വരുന്നുണ്ട്. വിമല എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ചന്ദ്രേച്ചി ഇവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയാണ്, വേലക്കാരി വന്ന് പെട്ടെന്ന് അങ്ങ് പോയി കളഞ്ഞു. ഇനിയിപ്പോ ഇവൾ ഇതെല്ലാം ചെയ്തോളും. ചിന്നു എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊരു സഹായമായല്ലോ. ചിന്നു നല്ല കുട്ടിയല്ലേ, അവള് ഇതെല്ലാം ഇപ്പൊ തന്നെ കഴുകി വെക്കും. അല്ല മോളെ എന്നൊക്കെ ചന്ദ്ര അങ്ങനെ പറയുന്നുണ്ട്. വിമലയാണെങ്കിൽ ദേഷ്യത്തോടെ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എത്ര വിദഗ്ധമായിട്ടാണ് ഈ മോളെ കൊണ്ട് ഈ ചന്ദ്രേച്ചി ഈ പണികളെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നങ്ങനെ ചിന്തിക്കുകയാണ്. ചന്ദ്ര എന്നിട്ട് ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട്, മോൾ എന്താണ് ഈ നോക്കി നിൽക്കുന്നത്? ഇതെല്ലാം പെട്ടെന്ന് കഴുകി തീർക്ക്. എന്തേലും മോൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ചിന്നു ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയാണ്. വിമല അപ്പൊ പറയുന്നുണ്ട്, ചന്ദ്രേച്ചി ഇവൾക്ക് ഈ ജോലിയൊന്നും ചെയ്ത് ശീലമുണ്ടാവില്ല, ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര ദേഷ്യത്തോടെ വിമലയോട് പറയുന്നുണ്ട്, ഇവൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്തിനകത്ത് ചെയ്യണം? നമുക്ക് വേറെയും ചില ജോലികൾ ചെയ്യാനുള്ളതല്ലേ. ചിന്നു നിനക്ക് ഈ പാത്രങ്ങളെല്ലാം കഴുകാൻ അറിയില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട്, അറിയാം, കുറച്ചൊക്കെ അറിയാം. അമ്മയും ആന്റിമാരും വീട്ടിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, എന്നാ നടക്കട്ടെ, ആന്റി പോയിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് വിമലയെയും വിളിച്ചുകൊണ്ട് ചന്ദ്ര പുറത്തേക്ക് പോവുകയാണ്. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് എത്തിയതിനു ശേഷം വിമല ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇതിനു വേണ്ടിയാണോ ആ സെർവന്റിനെ പറഞ്ഞയച്ചത് എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ചിന്നു ഇവിടെ സുഖിക്കാനല്ലല്ലോ വന്നത്. ഒരു വീടാവുമ്പോ പല ജോലികളും ഉണ്ടാവും. അവൾ അതെല്ലാം ചെയ്തു പഠിക്കട്ടെ. കല്യാണം കഴിഞ്ഞ് മറ്റൊരു കുടുംബത്തിൽ പോയി ജീവിക്കേണ്ടതല്ലേ. അവളുടെ അമ്മ അവിടെ ഇവളെ ജോലികളൊന്നും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ നിന്ന് അവൾ ഇതെല്ലാം പഠിക്കട്ടെ എന്ന് ചന്ദ്ര പറയുമ്പോ വിമല പറയുന്നുണ്ട്, അവൾക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവും ചേച്ചി, അത് വേണ്ടായിരുന്നു എന്ന് പറയാണ്. വിമലെ, നിനക്ക് തോന്നിയതൊന്നും ചിന്നുവിന് തോന്നിയിട്ടുണ്ടാവില്ല. നീ നിന്റെ കാര്യം നോക്ക് വിമല എന്ന് പറഞ്ഞ് ചന്ദ്ര വിമലയോട് ദേഷ്യപ്പെടുകയാണ്. ചിന്നു ആണെങ്കിൽ അടുക്കളയിൽ പാത്രങ്ങളെല്ലാം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ചും രുക്കുവും കൂടി വരുന്നുണ്ട്. അവരുടെ വരവ് കണ്ട് അപ്പോഴേക്കും ചന്ദ്രയും വിമലയും പുറത്തേക്ക് വരികയാണ്. വിമല അപ്പൊ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ടല്ലേ പോയത്, എന്നിട്ട് എന്താണ് ഇത്ര പെട്ടെന്ന് വന്നതെന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നുണ്ട്, ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന ഷോ ക്യാൻസലായി. പടത്തിന് ആളില്ലാത്തത് കൊണ്ടാണ് ഷോ ക്യാൻസൽ ചെയ്തത്. അതോടെ പടം കാണാനുള്ള ഇൻട്രസ്റ്റും പോയി എന്ന് അവരങ്ങനെ പറയാണ്. അച്ചു അപ്പൊ ചോദിക്കുന്നുണ്ട്, അല്ല ചിന്നുമോൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന് വിജയേട്ടൻ പറഞ്ഞിരുന്നു, അവൾ ഇതുവരെ എത്തിയില്ലേ എന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, അവള് വന്നു, അകത്തെവിടെയോ ഉണ്ടെന്ന് പറയാണ്. വിമല അപ്പൊ പറയുന്നുണ്ട്, അവള് അടുക്കളയിൽ എന്തോ ചെയ്യാണെന്ന്. അത് കേട്ട് അച്ചുവിനാകെ ദേഷ്യം വരുന്നുണ്ട്. അടുക്കളയിലോ? അവൾക്ക് അവിടെ എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോ ചന്ദ്ര ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പറഞ്ഞാൽ കേൾക്കണ്ടേ, വീട്ടിലെ പോലെ തന്നെയാണ് ഇവിടെ എന്ന് പറയുമ്പോ അച്ചു വേഗം തന്നെ അടുക്കളയിലേക്ക് പോവുകയാണ്. കൂടെ തന്നെ വിമലയും പോണുന്നുണ്ട്. രുക്കു എന്നിട്ട് ചന്ദ്രയോട് എന്താ ചേച്ചി കാര്യമെന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര അപ്പോ ഒന്നുമില്ലെന്ന് പറയുന്നുണ്ട്. അച്ചു ആണെങ്കിൽ അടുക്കളയിലേക്ക് വന്നു നോക്കുമ്പോ ചിന്നു പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് അച്ചു ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് അച്ചു വന്ന് ചിന്നുമോളെ എന്താ ഇതെന്ന് പറഞ്ഞ് ചിന്നു പാത്രം കഴുകുന്നത് നിർത്തിക്കുകയാണ്. ഈ ജോലിയെല്ലാം എന്തിനാണ് നീ ചെയ്യുന്നത്? ഇത് ആരാണ് നിന്നോട് ചെയ്യാൻ പറഞ്ഞത്? നമ്മുടെ വീട്ടിൽ ഇതൊന്നും നിന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടില്ലല്ലോ. നീ ഈ പണിയെല്ലാം ചെയ്യാനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? നിനക്കിന്ന് കോളേജ് ഉള്ളതല്ലേ, എന്നിട്ട് എന്താണ് നീ കോളേജിലേക്ക് പോവാത്തത് എന്നെല്ലാം അച്ചു ദേഷ്യത്തോടെ ചിന്നുവിനോട് അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇത് കേട്ടുകൊണ്ട് രുക്കു അവിടെ നിൽക്കുന്നത്. ചിന്നു എന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട്, കോളേജിലേക്ക് പോവണം, പക്ഷേ പോവാൻ പറ്റിയില്ല, അപ്പോഴാണ് ഇതെല്ലാം എന്നോട് പറഞ്ഞത് എന്നെല്ലാം ചിന്നു അങ്ങനെ സങ്കടത്തോടെ പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, അച്ഛന്റെ കൂടെ താമസിക്കാൻ വന്ന നിന്നെ ഈ സ്ഥിതിയിൽ എനിക്ക് കാണേണ്ടി വന്നല്ലോ, നിന്റെ അമ്മ ഇതൊന്നും അറിഞ്ഞാൽ സഹിക്കില്ല എന്നെല്ലാം അച്ചു പറയുമ്പോ സങ്കടപ്പെട്ടുകൊണ്ട് ചിന്നു അങ്ങനെ കുഞ്ഞമ്മാവ എന്ന് വിളിച്ചുകൊണ്ട് അച്ചുവിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. അച്ചു എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, മോളെ നിന്നെ ഞങ്ങൾ പൊന്നുപോലെ വളർത്തിയതല്ലേ, നീ ഇതൊന്നും ചെയ്യണ്ട, നിന്നോട്
ഇതെല്ലാം ചെയ്യാൻ ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? നീ അടുക്കള പണിയല്ല ചെയ്യേണ്ടത്, കോളേജിലേക്ക് പോവണം, പഠിക്കണം, നീ കരയൊന്നും വേണ്ട മോളെ എന്ന് പറഞ്ഞ് അച്ചു അങ്ങനെ ചിന്നുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രുക്കു വരികയാണ്. ചിന്നു, നീ എന്തിനാണ് അടുക്കളയിൽ നിന്ന് കരയുന്നത്? എന്താ പറ്റി ചിന്നു എന്ന് ചോദിക്കുകയാണ്. ചിന്നു അപ്പോ ഒന്നുമില്ല ആന്റി എന്ന് പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, നീ ഇവിടെ വന്നത് ഞങ്ങൾക്കൊപ്പം താമസിക്കാനാണ്, അടുക്കള പണി ചെയ്യാൻ ഇവിടെ സെർവന്റ് ഉണ്ട്, എന്നിട്ട് ഈ ജോലി ചെയ്യാൻ നിന്നോട് ആരാണ് പറഞ്ഞത് എന്ന് അച്ചു ചോദിക്കുമ്പോ ഒന്നും മിണ്ടാതെ അങ്ങനെ ചിന്നു നിൽക്കുകയാണ്. രുക്കപ്പ പറയുന്നുണ്ട്, ഇവിടെ ഈ ജോലിയൊന്നും ചെയ്യാൻ ആരും പറയില്ല, ഇതെല്ലാം ഇവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതായിരിക്കും, ആണോ ചിന്നു എന്ന് രുക്കു ചോദിക്കുകയാണ്. അച്ചുവപ്പ ദേഷ്യപ്പെട്ടുകൊണ്ട്, ചിന്നു നീ വന്നേന്ന് പറഞ്ഞ് ചിന്നുവിന്റെ കൈ പിടിച്ചുകൊണ്ട് ചന്ദ്രയോടും വിമലയോടും ചോദിക്കാനായി പോവാൻ നിൽക്കുമ്പോ രുക്കു അച്ചുവിനോട് പറയുന്നുണ്ട്, അച്ചു നീ ഇതെന്ത് ഭാവിച്ചാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണോ എന്നെല്ലാം ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട്, കുഞ്ഞമ്മാവ ഒരു പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടാക്കണ്ട, എനിക്ക് പേടിയാണെന്ന് പറയുമ്പോ അച്ചു ദേഷ്യത്തോടെ നീ വാ ചിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിന്നുവിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. രുക്കു ആണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവനിത് എന്തിന്റെ സുഖേടാണ്, ഈ ചിന്നുവിടെ വന്നപ്പോ തൊട്ട് പ്രശ്നങ്ങൾക്കുള്ള കോളാണല്ലോ എന്നങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് ചന്ദ്രയോടും വിമലയോടും അച്ചു വന്ന് ചോദിക്കുന്നുണ്ട്, ഇവളെ ആരാണ് അടുക്കളയിൽ കയറ്റിയത്? നിങ്ങൾക്കറിയോ, അമ്പാട്ട് വീട്ടിൽ ഇവളെ ഞങ്ങൾ പൊന്നുപോലെയാണ് നോക്കിയിരിക്കുന്നത്, ഇവിടത്തെ അടുക്കള പണിക്ക് വേറെ ആളെ നോക്കണം, ഇവളെ അതിന് കിട്ടില്ല, അതിവിടെ നടക്കത്തുമില്ല എന്ന് ദേഷ്യത്തോടെ അച്ചു അങ്ങനെ പറയാണ്. രുക്കപ്പ ചോദിക്കുന്നുണ്ട്, ഇവളെ ആരെങ്കിലും കിച്ചണിൽ ജോലി ചെയ്യാൻ നിങ്ങളെ നിർബന്ധിച്ചോ എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ഞങ്ങളാരും ഇവളെ നിർബന്ധിച്ചില്ല, അടുക്കള പരിചയപ്പെടുത്താൻ ഇവളെ കൊണ്ടുപോയി എന്നുള്ളത് സത്യമാണ്, പാത്രങ്ങൾ കണ്ടപ്പോ ഇവള് ചെയ്തോളാം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവളത് പറയട്ടെ എന്ന് ചന്ദ്ര അങ്ങനെ ചോദിക്കുകയാണ്. ചിന്നു അപ്പോ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി അങ്ങനെ നിൽക്കുകയാണ്. അച്ചുപ്പ ചോദിക്കുന്നുണ്ട്, മോളെ ഇതെല്ലാം നീ സ്വയം ചെയ്തതാണോ എന്ന് ചോദിക്കുമ്പോ ചിന്നു വീണ്ടും പറയുന്നുണ്ട്, കുഞ്ഞമ്മാവ ഇതൊരു പ്രശ്നമാക്കണ്ട എന്നങ്ങനെ പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആര്യയും സത്യനും വരുന്നുണ്ട്. സത്യൻ എന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, അവളുടെ സ്വയം ഇഷ്ടപ്രകാരമല്ലേ ഇതെല്ലാം ചെയ്തത്, നാളെ കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ പോകുമ്പോ ഇവൾ ഇതെല്ലാം ചെയ്യേണ്ടതല്ലേ, ഇതിനെല്ലാം അങ്ങനെ കണ്ടാ പോരെ എന്ന് ചോദിക്കുമ്പോ ചന്ദ്രയും പറയുന്നുണ്ട്, അതെ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്, അച്ഛനെ ഇതൊന്നും അവളെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, അപ്പൊ പിന്നെ ഇവിടെ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, ശരി അവളെ അടുക്കള പണി പഠിപ്പിക്കുന്നതിൽ തെറ്റില്ല, നിങ്ങളുടെ മോളും മറ്റൊരു വീട്ടിലേക്ക് പോവേണ്ടതല്ലേ, ഇവളെ പഠിക്കാൻ അയക്കുമ്പോ ചിന്നുവിനെ നിങ്ങൾ അടുക്കളയിൽ നിർത്തുന്നു, അത് ശരിയാണോ, അരിയെ കൊണ്ട് എച്ചിൽ പാത്രം കഴിക്കാൻ നിങ്ങൾ തയ്യാറല്ലല്ലോ, അരിയെ പഠിക്കാൻ പോട്ടെ എന്ന്, എങ്കിൽ പിന്നെ ചിന്നും പഠിക്കാൻ പോട്ടെ, ഇവിടെ താമസിക്കാൻ വന്നതുകൊണ്ട് ഇവളുടെ പഠിപ്പ് നിർത്താൻ പറ്റില്ല എന്നെല്ലാം അച്ചു ദേഷ്യത്തോട് പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, അച്ചു നിർത്ത്, ഇതൊരു വിഷയാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അച്ചു രുക്കുവിനോടും ദേഷ്യപ്പെടുകയാണ്. അച്ചു ഇങ്ങനെല്ലാം പറയുമ്പോ വിമലയ്ക്കാകെ സന്തോഷാവുന്നുണ്ട്. വിമല എന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട്, അച്ചു ഞങ്ങൾ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യിച്ചതല്ല, വേലക്കാരി വീട്ടിലേക്ക് പോയപ്പോ ഇവളൊന്ന് സഹായിച്ചതാണെന്ന് പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, വേലക്കാരി വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി ചെയ്യാലോ, നിങ്ങളൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ഞങ്ങൾക്കത് ശീലമല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വേലക്കാരിയെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആ ശീലമില്ലല്ലോ, എങ്കിൽ പിന്നെ ചിന്നുവിനും ആ ശീലമില്ല എന്നങ്ങനെ അച്ചു പറയാണ്. ആര്യ അപ്പോ സത്യനോട് പറയുന്നുണ്ട്, എളേച്ച എനിക്ക് സമയമായി, ക്ലാസ്സിലേക്ക് പോകണമെന്ന് പറയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, സത്യേട്ട നിങ്ങൾ പോവാൻ വരട്ടെ, അരിയെ ഡ്രോപ്പ് ചെയ്യാൻ സത്യേട്ടൻ പോകുന്നുണ്ടെങ്കിൽ ചിന്നുവിനെയും ഡ്രോപ്പ് ചെയ്യണം എന്ന് അച്ചു പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, അതിനെന്താ ചിന്നുവിനെയും ഡ്രോപ്പ് ചെയ്യാമല്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് ആര്യക്കാകെ ദേഷ്യം വരുന്നുണ്ട്. സത്യനപ്പ പറയുന്നുണ്ട്, അതിനെന്താ ചിന്നു റെഡി ആയിട്ട് വരട്ടെ, അവളെയും കൊണ്ടുപോകാമെന്ന് പറയാണ്. അച്ചു അപ്പൊ ചിന്നുവിനോട് പറയുന്നുണ്ട്, മോളെ നീ പോയി റെഡിയായി പെട്ടെന്ന് തന്നെ കോളേജിലേക്ക് പോവാൻ നോക്ക് എന്ന് പറയുമ്പോ ചിന്നു ശരിയെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. രുക്കുന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട്, അച്ചു നിന്റെ പ്രശ്നം തീർന്നില്ലേ, വായു എന്ന് പറഞ്ഞ് അച്ചുവിനെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. വിമൽ എന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, ആ കൊച്ചിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണ്ടെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, അതിന് അച്ചു ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ എന്നങ്ങനെ പറയാണ്. സത്യനപ്പ പറയുന്നുണ്ട്, അവന്റെ ഈ ഷോ കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, അവനെയും ആ പെണ്ണിനെയും നമ്മളാണ് ഭരിക്കേണ്ടത്, ഇങ്ങോട്ടേക്ക് ഭരിക്കാൻ വന്നാൽ അവന്റെ കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കും എന്ന് സത്യം പറയുമ്പോ ആര്യ പറയുന്നുണ്ട്, അവളെ ഇവിടെ താമസിപ്പിച്ചാൽ നിങ്ങൾക്കും അത് പിന്നീട് പണിയാവും, ഇനിയിപ്പോ ഈ വീടിന്റെ പുറത്തും ഞാൻ അവളെ സഹിക്കണമല്ലോ എന്ന് ആര്യ അങ്ങനെ പറയാണ്. അതിനുശേഷം രാത്രിയിൽ അർച്ചനയാണെങ്കിൽ ചിന്നു ഇതുവരെ വിളിച്ചില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അർച്ചന ചിന്തിക്കുന്നുണ്ട്, ശരി എന്തായാലും ചിന്നുവിനെ അങ്ങോട്ടേക്കൊന്ന് വിളിക്കാമെന്ന് വിചാരിച്ച് ഫോൺ എടുത്ത് വിളിക്കാനായി നിൽക്കുമ്പോഴേക്കും ചിന്നു ഇങ്ങോട്ടേക്ക് അർച്ചനയെ വിളിക്കുകയാണ്. കോൾ എടുത്തുകൊണ്ട് അർച്ചന എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ നീ ഇങ്ങോട്ടേക്ക് വിളിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് നിന്നെ വിളിക്കാൻ തുടങ്ങിയായിരുന്നു, അപ്പോഴാണ് നീ എന്നെ വിളിച്ചതെന്ന് പറയാണ്. ചിന്നുപ്പ പറയുന്നുണ്ട്, ഞാൻ ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് നല്ല വിഷമുണ്ടാവുമെന്ന് എനിക്കറിയാം, അമ്മ അടുത്തില്ലാത്തതുകൊണ്ട് ഇന്ന്
ഇന്ന് എനിക്കും ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നങ്ങനെ ചിന്നു പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, നീ ഇന്നില്ലാത്തതുകൊണ്ട് എനിക്കും എങ്ങനെ ഉറങ്ങുമെന്നറിയില്ല. നീ ഇവിടെ ഇല്ലാത്തപ്പോ എനിക്ക് ആകെ ഒരു ശൂന്യതയാണ്. നീ ഇല്ലാതെ വരുമ്പോ എനിക്ക് ആകെപ്പാട് ഒരു ആദിയാണെന്നൊക്കെ അർച്ചന അങ്ങനെ പറയാണ്. മോളെ, നിനക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അർച്ചന അങ്ങനെ ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട്, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല അമ്മേ, എനിക്കിവിടെ വളരെ സന്തോഷമാണെന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, എന്നെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെയെല്ലാം പറയുന്നത്, അവിടെ എങ്ങനെയാണെന്ന് എനിക്ക് നന്നായി അറിയാം എന്നങ്ങനെ അർച്ചന പറയുമ്പോ ചിന്നു പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല അമ്മേ, കുറച്ച് ദിവസത്തെ കാര്യമല്ലേ, അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് വരില്ല എന്ന് ചിന്നു അങ്ങനെ അർച്ചനയോട് ഫോണിൽ പറയുന്നത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ആര്യ വരുന്നത്. ആര്യ എന്നിട്ട് ചിന്നു പറയുന്നതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അർച്ചന എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ, നീ എന്നിട്ട് അച്ചുവിനെ കണ്ടോ, അവൻ എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട്, കുഞ്ഞമ്മാവന്റെ തെറ്റിദ്ധാരണ മാറ്റാനായി ഞാൻ ഇന്നൊരു ശ്രമം നടത്തി അമ്മേ, പക്ഷേ കുഞ്ഞമ്മാവൻ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല. പാവം നമ്മളെ വിട്ടു പോവേണ്ടി വന്നതിൽ നല്ല സങ്കടമുണ്ട് അമ്മേ. കുഞ്ഞമ്മാവന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ ഞാൻ നല്ലൊരു വിദ്യ ഉപയോഗിക്കാൻ പോവുകയാണ്. ആ വിദ്യ വർക്കായാൽ കുഞ്ഞമ്മാവൻ എന്തായാലും അമ്പാട്ടിലേക്ക് തിരിച്ചെത്തും എന്നങ്ങനെ ചിന്നു പറയുമ്പോ അർച്ചന എന്താണ് ആ വിദ്യ എന്ന് ചോദിക്കുകയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, നാളെ രാവിലെ അമ്മയും അമ്മാവന്മാരും അവിടെയുള്ള അമ്പലത്തിലേക്ക് വരുവോ, ഞാനും കുഞ്ഞമ്മാവനെ അവിടെയുള്ള ആ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ആര്യ അങ്ങനെ നിൽക്കുകയാണ്. ചിന്നുവിന്റെ പ്ലാൻ മനസ്സിലാക്കിയ ആര്യ അത് പൊളിച്ചെടുക്കണമെന്ന് തീരുമാനിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.